ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കാപ്പി കൃഷിയെക്കുറിച്ച് ഞാൻ പറയാൻ പോകും കേട്ടോ. ഞാൻ ചെയ്യുന്ന ഇനങ്ങളും എത്ര റേറ്റ് ആയെന്നും ഏത് തരം പ്ലാന്റാണ് ഞാൻ വെച്ചതെന്ന് പറയാൻ പോകുന്നു. പിന്നെ ഞാൻ കൊടുക്കുന്ന വളങ്ങളും. എൻ്റെ പേരറിയാത്തവർക്ക് വേണ്ടി ഞാൻ മനു, ഞാൻ ജെൻസി ഫാർമറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, പിന്നെ ആ സബ്സ്ക്രൈബ് കൂടെ അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് മുമ്പോട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. നമ്മൾ കാപ്പി കൃഷിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന വെറൈറ്റി വെച്ചാൽ റോബസ്റ്റ ഡാർക്ക് വെറൈറ്റി പെട്ട കാഫി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കാണാം കേട്ടോ. ഇതാട്ടോ ഏകദേശം 15 ദിവസമായിട്ടുള്ള കാപ്പി. അപ്പോൾ വെച്ചതെന്ന് വെച്ചാൽ 2 തളിരിലകൾ വന്നു. ഞാൻ വേറെ കാണിച്ചു തരാം. ഇതും അതേപോലെ തന്നെ 2 ഇലകൾ വന്നു. ഈ ഇലയും പടുത്ത് വെച്ചതിന് ശേഷം വന്നു കേട്ടോ. ഒരു 15 ദിവസത്തിന് ശേഷം നമ്മളിന്ന് വളം കൊടുക്കാൻ പോകുന്നു കേട്ടോ. വളം കൊടുക്കുന്നത് ഫാറ്റ് കമ്പോസ്റ്റ് ആണോ? ഇത് ഫാറ്റ് കമ്പോസ്റ്റ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ വളം കൊടുത്തതെന്ന് വെച്ചാൽ മണ്ണ് കുഴി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടി ഇട്ട് പ്ലാന്റ് വെച്ച് മയത്തെ വെച്ചത് നല്ല തളിരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫാറ്റ് കമ്പോസ്റ്റിൽ 5 ഗ്രാം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, നമ്മൾ ആ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇനി ഈ കാപ്പി കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാം കേട്ടോ. കാപ്പി കൃഷിക്ക് ഏകദേശം ഞാൻ 6 സ്പേസാണ് വെച്ചത് ഒരു പ്ലാന്റുമായിട്ട്. പിന്നെ 2 കവുങ്ങിന് ഇടയിൽ വെച്ചിട്ടുണ്ട്. കവുങ്ങുമ്പോൾ നമ്മൾ കുരുമുളകും കയറ്റും കേട്ടോ. ഇത് വെറൈറ്റി വെച്ചാൽ റോബസ്റ്റ ഡാർക്ക് വെറൈറ്റി പെട്ടതാട്ടോ. ഇതൊരു 2ാം കൊല്ലം നമുക്ക് കായ്ക്കും. പക്ഷേ 2ാം കൊല്ലം ആകുമ്പോൾ നമ്മൾ വെച്ച കുറച്ച് പ്ലാന്റ് കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ 3ാം കൊല്ലമായിട്ട് നമ്മളൊരു ഇൻകം ജനറേറ്ററിന് വേണ്ടി വെക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് റേറ്റ് വന്നു വെച്ചാൽ 13 ഉറുപ്പ്യ കേട്ടോ. ഏകദേശം ഒരു 10-50 പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിന് അടുത്തുള്ള തിരുവമ്പാടി എന്ന സ്ഥലത്ത് ഒരു ആദിത്യ നേഴ്സറി വെച്ചിട്ടാണ്, അവിടെ വെച്ചാണ് ഞാൻ ആ പ്ലാന്റ് വാങ്ങുന്നത്. അവിടെ സിയുൻഡാറുണ്ട്, റോബസ്റ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് കുരുമുളക് കിട്ടും. അപ്പോൾ നമ്മൾ കുറഞ്ഞ നിരക്ക് കിട്ടി. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ വളങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് ചാണകം ഇട്ടു, പിന്നെ ചാണകം കലക്കി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ 15 ദിവസം കഴിഞ്ഞ ശേഷം കുറച്ച് ഫാറ്റ് കമ്പോസ്റ്റ് 5 ഗ്രാം കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ വീഡിയോയിലേക്ക് പോകട്ടോ. ഈ കയ്യിൽ ഒതുങ്ങുന്ന ഒരു 5 ഗ്രാം കേട്ടോ. അത് നമ്മളിതാ ഇത് കാപ്പി ഉണ്ടില്ലേ, കാഫിൻ്റെ റൗണ്ട് കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഇടുക. പ്ലാന്റിന് മറ്റം ഒരിക്കലും ഇടരുത് കേട്ടോ. അത് എന്ത് വളമാണെങ്കിലും പ്ലാന്റിന് മറ്റം ഒരിക്കലും ഇടരുത്. എൻ്റെ അനുഭവം കൂടിയാണ്. എനിക്ക് അങ്ങനെ കുരുമുളക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതിന് സങ്കടം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ നമ്മൾ സാധാ കുറച്ച് കാപ്പി തൈ കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചാലേ. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാകാൻ നല്ലൊരു വെറൈറ്റി നോക്കി ഞാൻ സീഡ് ചെയ്ത് മുളപ്പിച്ചിട്ടാ കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്തുണ്ട്, കാണിച്ചാലേ. ഇതാട്ടോ നമ്മൾ സാധാ കാപ്പി. ഏകദേശം ഒരു മാസമല്ല 2 മാസമായ വളർച്ച ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുന്നുള്ളൂ. സ്പേസ് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ 10 ഉണ്ട്. ഇത് പിന്നെ കുറ്റിക്കുരുമുളക്, അത് പിന്നെ കൊക്കോക്കായിൻ്റെ കുരുവൊക്കെ കേട്ടോ. നമ്മൾ കോഫിയിലേക്ക് മറ്റേലേക്ക് പോകാം. പിന്നെ കാപ്പിൽ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് കവാത്ത്. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഹൈറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കാപ്പിനെ കവാത്ത് നിർത്തും. അതാകുമ്പോൾ ആ ടോപ്പ് ഭാഗം കട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ചില്ലകൾ ഉണ്ടാവുമല്ലോ ചുറ്റുമുള്ള ശാഖങ്ങളിൽ നിന്ന് തൂങ്ങുമ്പോൾ അതിൽ നിന്ന് കാപ്പിൻ്റെ കുരുണ്ടാവും. പിന്നെ ഇതെന്ത് കവാത്ത് ചെയ്യുമ്പോൾ പ്രൂണിങ് ഒക്കെ ആകുമ്പോൾ പറയൽ. പക്ഷെ നമുക്ക് ഒരുപാട് ഹൈറ്റ് പോകാണ്ട് ഉള്ള പ്ലാന്റിൽ നിന്ന് ഒരു ബെറ്റർ ഈൽഡ് ജനറേറ്റ് ചെയ്യാൻ ഈ കവാത്തയും കഴിയട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ലെവൽ വെച്ച് അതിന് കവാത്ത് ചെയ്ത് നിർത്തണം കേട്ടോ. ഇതൊക്കെ ഏകദേശം നല്ല ഹൈറ്റ് വെച്ചു കേട്ടോ. ഒരു 15 ദിവസത്തിന് ശേഷം ചുറ്റും കാണാൻ കഴിയും നമുക്ക്. ഇനി നമുക്ക് ഈ കുറച്ച് ഫാറ്റ് കമ്പോസ്റ്റ് ഇടാം കേട്ടോ. സോ നിങ്ങൾ എന്തുകൊണ്ട് കാപ്പി കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ എന്താണ്? ഓയിലാണ്, പെട്രോളും ഗ്യാസൊക്കെയാണ്. രണ്ടാമത്തെ വെച്ചാൽ കാപ്പിയാണ്. അപ്പോൾ കാപ്പിന് ഇമ്പോർട്ടൻസ് അത്രമാത്രം അറിയണം. അപ്പോൾ അത്രമാത്രം എക്സ്പോർട്ടിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് ടു ഒരു ഏജൻസി വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല റേറ്റിൽ നമുക്ക് ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ എന്തുകൊണ്ട് റോബസ്റ്റ് കാപ്പി എന്ന് വെച്ചാൽ മറ്റ് കാപ്പി പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വേണം. ഞാൻ വേറൊരു കാപ്പി കാണിച്ചു, നമ്മൾ സാധാ കാപ്പി ഹൈറ്റ് പോകാൻ കാണിച്ചു കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ സാധാ കാപ്പി പോണ ഹൈറ്റ് കണ്ടില്ലേ. നമ്മൾ കവാത്ത് ചെയ്തിപ്പം ഞാൻ കുറച്ച് കേട്ടോ. ഇത് ഇനിയും പോവും, ഇഷ്ടമുള്ള പോലെ പോകും. തൽക്കാലം ഇതിങ്ങനെ ഒക്കെ വിചാരിച്ച് മറ്റ് കാപ്പി അപേക്ഷിച്ച് ഈ റോബസ്റ്റയും നോർമൽ കാപ്പി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഇങ്ങനെ നിർത്തി. ഞാൻ എന്തുകൊണ്ട് കാപ്പി കൃഷിക്ക് തിരിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കർഷകരുമായിട്ട് ഇടപെട്ട് വല്ല സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനാണ് കാപ്പി കൃഷി തുടങ്ങിയത്. അപ്പോൾ
അവിടെ നിന്ന് ഇങ്ങനെ വളപരിപാലനം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് രീതി കണ്ടു. അപ്പോൾ അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാനിവിടെ കാപ്പി കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്ലാറ്റ് കമ്പോസ്റ്റ് ഇട്ടിക്കണ് ഏകദേശം. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വളം ഇടാനുണ്ട്. നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നത് കേട്ടോ. കാപ്പി കൃഷി ചെയ്ത സ്പേസ് ഞാൻ കാണിച്ചു കേട്ടോ. ഒരു 2 പ്ലാന്റ് എടുത്ത് ഇവിടെ നമ്മുടെ സ്വന്തം കുരുമുളക് ഐസർ തേവ കേട്ടോ. നമ്മൾ അവിടെ ഒരു സ്പേസ് ഇട്ട് അവിടെ കാപ്പി വെച്ച് അപ്പോഴത്തെ കുരുമുളക്, അതുപോലെ തന്നെ അവിടെ ഒരു കുരുമുളക് അല്ലാതെ കാപ്പി തൈ ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ചുറ്റും കങ്ങുന്തൈ ഉണ്ട് കേട്ടോ. കങ്ങുന്തൈൻ്റെ സ്പേസിലൊക്കെ നമ്മൾ കാപ്പി വെച്ചിട്ടുണ്ട്. കങ്ങുന്തൈൻ്റെ എല്ലാ മാക്സിമം സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കറക്റ്റ് സ്പേസ് നോക്കിയിട്ടാണ് നമ്മൾ കാപ്പി വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഇഷ്ടമായിരിക്കും. പക്ഷേ എന്നാലും ഒരു മാക്സിമം ഒരു സ്പേസ് വരണം കേട്ടോ. ഏത് മഴ ആയാലും അത് ഒരുപാട് റൗണ്ടായിട്ട് വരാൻ കേട്ടോ. അപ്പോൾ കറക്റ്റ് സ്പേസ് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒരുപാട് പോരായ്മകൾ പറഞ്ഞിരുന്നു, സൗണ്ട് ഇല്ല നോക്കാം. അപ്പോൾ ആ സൗണ്ട് വന്ന് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോ ആയിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, കമൻറ്റ് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കും എല്ലാവർക്കും ബൈ. ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് പുതിയ കൃഷിയെക്കുറിച്ച് തീർച്ചയായും അടുത്ത വീഡിയോ വരാം. അതിൽ എല്ലാവർക്കും ബൈ. താങ്ക് യു ഗൈസ് സോ മച്ച്.